എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്ന് രസകരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ് ഒരു ചോദ്യം? സന്ധ്യയ്ക്ക് ശേഷം വീട്ടിൽ ചൂലെടുക്കാൻ പാടില്ല എന്ന് പറയുന്നു. അങ്ങനെ ചൂലെടുത്ത് സന്ധ്യയ്ക്ക് ശേഷം നമ്മൾ തൂത്തുവാരിയാൽ അത് ദോഷമാണോ? ഇതാണ് ചോദ്യം. പല ആൾക്കാരുടെയും ഈ പ്രഭാഷണത്തിലൂടെയൊക്കെ അവരെടുത്തെടുത്ത് പറയുന്ന കാര്യമാണ്, അയ്യോ സന്ധ്യയ്ക്ക് ശേഷം ചൂലെടുക്കരുത്, അങ്ങനെ ചൂലെടുത്ത് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ലക്ഷ്മി ഇറങ്ങിപ്പോകും, അത് അശ്രീകരമാണ് എന്നൊക്കെ പറയും. ചില വീടുകളിൽ നമ്മൾ ജോലി കഴിഞ്ഞ് 6 മണിക്കോ 7 മണിക്കോ ആയിരിക്കും വീട്ടിലെത്തുക. വീട്ടിലെത്തുമ്പോഴെന്തായിരിക്കും വീട്ടുമുറ്റം മുഴുവൻ തന്നെ കരിയിലകൾ വീട് കിടപ്പുണ്ടാവും. അപ്പോൾ ഈ കരിയിലകൾ കാണുമ്പോൾ തൂത്തുവാരാതിരിക്കാൻ പറ്റുമോ? കാരണം രാവിലെ എഴുന്നേറ്റ് തൂത്തുവാരാൻ തീരെ സമയമില്ല. രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം പാകം ചെയ്യണം, കുളിക്കണം, കുട്ടികളുടെ കാര്യം നോക്കണം, അപ്പം പെട്ടെന്ന് പോകേണ്ടി വരും. അപ്പോൾ തൂത്തുവാരാതിരിക്കാൻ പറ്റില്ല. പക്ഷേ തൂത്തുവാരിയാൽ അത് ദോഷമാണ്. ഒരു കാരണവശാലും സന്ധ്യയ്ക്ക് ശേഷം ചൂലെടുക്കരുത്. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. വീടിൻ്റെ അകത്ത് ചൂല് കൊണ്ട് തൂത്തുവാരാനും പാടില്ല. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല? ഞാൻ നിങ്ങളോട് ആദ്യമേ പറയട്ടെ, പഴയ കാലത്ത് നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ വിശാലമായിട്ടുള്ള കരിയിലകളൊക്കെ വീണ് കിടക്കും, ഇഷ്ടംപോലെ മുറ്റമുണ്ടാകും. ആ സമയത്ത് ഈ മുറ്റം തൂത്തുവാരുന്ന സമയത്ത് രാത്രി കാലങ്ങളൊക്കെ മുറ്റം തൂത്തുവാരുമ്പോൾ പലപ്പോഴും പറമ്പുകളിൽ നിന്നും പല ഇഴജന്തുക്കളും അവിടെ വന്ന് നിൽക്കുക. തേള്, പാമ്പ്, പഴുതാര, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ആ തൂത്തുവാരുന്ന അവസരത്തിൽ ഇതിൻ്റെ ശരീരത്തിൽ തൊട്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മളെ ആക്രമിക്കാൻ ഇടവരും. നമ്മളറിയാതെ അതിൽ ചവിട്ടിപ്പോകാൻ ഇടവരും. അപ്പോൾ നമുക്കൊരു അപകടം സംഭവിക്കും. അതുകൊണ്ടാണ് സന്ധ്യാസമയത്തിന് ശേഷം ഇത്തരത്തിൽ തൂത്തുവാരാൻ പാടില്ല എന്ന് പറയാൻ കാരണം. ഇന്ന് ഇഷ്ടം പോലെ നല്ല വെളിച്ചും വെട്ടവും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് തൂത്തുവാരുന്നതുകൊണ്ട് ഒരു ദോഷവുമില്ല എന്ന് നമുക്ക് തോന്നാം. ഇഷ്ടംപോലെ ട്യൂബ്ലൈറ്റൊക്കെ ഉണ്ട് നമുക്ക്. എന്നാൽ ഒരു കാര്യം ചിന്തിക്കേണ്ടത് വെച്ചാൽ, ഒരു കാരണവശാലും നിങ്ങൾക്ക് സന്ധ്യക്ക് തൂത്തുവാരാൻ പാടില്ല. സന്ധ്യാസമയമുണ്ടല്ലോ, ആ സമയത്ത് തൂത്തുവാരാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. രാത്രി തൂത്തുവാരുന്നത്, നിങ്ങൾക്ക് നല്ലപോലെ വെളിച്ചും കാര്യങ്ങളുണ്ടെങ്കിൽ രാത്രി തൂത്തുവാരിയാൽ ഒരു പ്രശ്നവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇങ്ങനെ തൂത്തുവാരണമെങ്കിൽ 1-2 കടമ്പകൾ നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ തൂത്തുവാരുന്ന സമയത്ത് പൊടി മൊത്തമായിട്ട് മുകളിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ രാത്രി കാലങ്ങളിൽ തൂത്തുവാരുന്നുണ്ടെങ്കിൽ നമ്മളിത് വേണം നല്ലതുപോലെ ഒന്ന് വെള്ളം തളിച്ച് ആ പൊടി പൊങ്ങാത്ത വിധത്തിലാക്കുക. അപ്പോൾ എന്തായി, ഒരു വിഷയമില്ല, നമുക്ക് തൂത്തുവാരാം. തൂത്തുവാരിക്കഴിഞ്ഞാൽ നമ്മളെന്ത് വേണം, കുളിക്കണം. എന്തുകൊണ്ടാണ്? ഈ പൊടിയും പടലങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിലുണ്ടാവും. ഇതോടെ പോയിട്ട് നമ്മൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ രാത്രി കാലങ്ങളിൽ തൂത്തുവാരുന്നുണ്ട് ഒരു ദോഷമില്ല. പക്ഷെ സന്ധ്യാസമയത്ത് തൂത്തുവാരരുത് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രീയമായ വശം എന്താണെന്ന് വെച്ചാൽ, സന്ധ്യയ്ക്ക് മുമ്പാണ് നമ്മൾ തൂത്തുവാരേണ്ടത്. എന്ന് വെച്ചാൽ ഗോധൂളി മുഹൂർത്തം, അസ്തമയത്തിന് 48 മിനിറ്റ് മുമ്പുള്ള സമയത്ത് വേണം മുറ്റം തൂത്തുവാരാൻ, അകം തൂത്തുവാരാൻ. ഇങ്ങനെ തൂത്തുവാരേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ ഗോധൂളി മുഹൂർത്തത്തിൻ്റെ സമയത്താണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ പൊടിപടലങ്ങളും അണുക്കളും മാലിന്യവും വന്ന് നിറഞ്ഞു കിടക്കുന്നത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ശാസ്ത്രം പറയുന്നതാണ്. അപ്പോൾ ആ അണുക്കളും മാലിന്യങ്ങളും വന്ന് നിറയുന്നത് എങ്ങനെയാണ്, അതുകൂടി നമ്മൾ ചിന്തിക്കണം. എന്ന് വെച്ചാൽ, പകൽ സമയത്ത് ഏകദേശം രാവിലെ നമുക്ക് സൂര്യപ്രകാശമുള്ള സമയമാണെങ്കിൽ, അന്തരീക്ഷം ചൂട് പിടിക്കുന്ന സമയമാണെങ്കിൽ ഏകദേശം ഒരു 8 മണിയാകുമ്പോൾ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സൂര്യപ്രകാശം നല്ലതുപോലെ ഉണ്ടാകും. അപ്പോൾ ഭൂമിക്ക് ചെറിയ ചൂട് പിടിക്കാൻ തുടങ്ങും. ഭൂമിക്ക് ചൂട് പിടിക്കുമ്പോൾ ഭൂമിയിലുള്ള പൊടിപടലങ്ങളെല്ലാം തന്നെ മേൽപോട്ട് പോകും. അതൊരു 9-10 മണിയാകുമ്പോൾ വീണ്ടും നല്ല ഹൈറ്റിലേക്ക് പോകും. ഏകദേശം ഒരു 12 മണിയാകുമ്പോൾ നല്ല ചൂടായിരിക്കും, അത് നല്ല ഹൈറ്റിലായിരിക്കും ഉണ്ടാവുക. 12 മണി കഴിയുമ്പോൾ ചൂട് കുറയാൻ തുടങ്ങും. 1 മണിയാകുമ്പോൾ കുറഞ്ഞു, 2 മണിയാകുമ്പോൾ കുറഞ്ഞു, 3 മണിയാകുമ്പോൾ നല്ലതുപോലെ കുറഞ്ഞു, 4 മണിയാകുമ്പോൾ കൂടുതൽ കുറഞ്ഞു. അപ്പോൾ ഈ പൊങ്ങിപ്പോയ പൊടിപടലങ്ങളൊക്കെ താഴേക്ക് വരുന്നുണ്ടാവും.
ഏകദേശം അസ്തമയത്തിൻ്റെ 48 മിനിറ്റ് മുമ്പ് ഉണ്ടാകുമ്പം ഈ പൊടിപടലങ്ങളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മനുഷ്യൻ്റെ അതായ ഹൈറ്റിലായിരിക്കും ഇതെല്ലാം ഉണ്ടാവുക. പൊടിപടലങ്ങളും മാലിന്യങ്ങളും അണുക്കളും എല്ലാം നിറഞ്ഞു കിടക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ സമയത്ത് നമ്മൾ വെള്ളം തളിച്ച് തൂത്തുവാരി പൊടി നമ്മളെ വേസ്റ്റൊക്കെ കളഞ്ഞ് ആ പൊടി ഇതെല്ലാം ഇതായി. ഇനി കുറച്ചും കൂടി ഒരു 6 മണി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ അസ്തമയം കഴിയുന്നതോടുകൂടി എല്ലാ പൊടിപടലങ്ങളും താഴ്ന്നു. ആ താഴ്ന്നതിന് വീണ്ടും ഉണർത്തേണ്ടതില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ തൂത്തുവാരിയില്ല എന്നിരിക്കട്ടെ, സന്ധ്യയൊക്കെ തൂത്തുവാരാൻ പാടില്ല. അതിനുശേഷം നമ്മൾ തൂത്തുവാരും എന്തോ ചെയ്തു, അതൊക്കെ അവിടെ കഴിഞ്ഞു. എന്നാൽ പലരും പറഞ്ഞു വെച്ചാൽ ഒരു കാരണവശാലും അകത്ത് നമ്മൾ തൂത്തുവാരിയിട്ട് ആ വേസ്റ്റ് പുറത്ത് കളയാൻ പാടില്ല. രാത്രി ഒരു കാരണവശാലും അകം വൃത്തിയാക്കാൻ പാടില്ല, വെച്ചാൽ തൂത്തുവാരാൻ പാടില്ല എന്ന് പറയുന്നു. പൂജാമുറിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ ആ പൂജാമുറി പോലും നമ്മൾ തൂത്തുവാരാൻ പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് 100% തെറ്റാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ വസിക്കുന്നിടത്ത് ലക്ഷ്മി ദേവി ഉണ്ടാകണമെന്നല്ലേ നമ്മുടെ ആഗ്രഹം, അതല്ലേ നമ്മുടെ വിശ്വാസം. അപ്പോൾ ലക്ഷ്മി ദേവി ഉണ്ടാകുന്നത് എവിടെയാണ്? ശുദ്ധിയുള്ള സ്ഥലത്താണ്. നമ്മൾ രാത്രി ഏകദേശം 8 മണിക്കൂറോളം കിടന്നുറങ്ങുന്നത് ലക്ഷ്മി ദേവിയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന ഭാവത്തിലായിരിക്കണം. ആ അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന ആ സുഖം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ ലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ടാകണം. അപ്പോൾ ലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നതിന് എന്ത് വേണം? വീട്ടിൽ രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ശുദ്ധി ഉണ്ടാകണം. ഇവർ പറയുന്ന രാത്രി തൂത്ത് വാരാൻ പാടില്ല, വൃത്തിയാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ ആരാ ഉണ്ടാവുക? മൂദേവിയാണ് ഉണ്ടാവുക. അവിടെ ശുദ്ധി ഉണ്ടാവില്ല, അവിടെ അശുദ്ധിയാണ് ഉണ്ടാകുന്നത്, രോഗാണുക്കളാണ് ഉണ്ടാകുന്നത്. കാരണം അടുക്കളയിൽ ഉണ്ടാവും വേസ്റ്റും കച്ചറയൊക്കെ, നമ്മൾ ഭക്ഷണം കഴിച്ചതൊക്കെ ഉണ്ടാവും. തൂത്ത് വാരാൻ പാടില്ല. പൂജാമുറിയിൽ തീപ്പെട്ടിക്കൊള്ളി മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിളക്ക് കൊത്തി ഇതായി കഴിഞ്ഞാലും അതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ പലരും അതിനുശേഷം വന്നും പോയിക്കൊണ്ടിരിക്കുന്നില്ല, അതിൻ്റെ പൊടിയും പടലങ്ങളും കച്ചറയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കുട്ടികളൊക്കെ വൈകിട്ട് അവർ പഠിക്കുന്ന സമയത്തായാലും കളിക്കുന്ന സമയത്തായാലും പല കടലാസുകളും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടാവും. തൂത്ത് വരാൻ പാടില്ല. എന്നാൽ യഥാവിധി നമ്മൾ ചെയ്യേണ്ടത് രാത്രി ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഒരു എച്ചിൽ പാത്രം പോലും ഇല്ലാത്ത വിധത്തിൽ കഴുകി വൃത്തിയാക്കണം. എച്ചിൽ പാത്രം ഉണ്ടെന്നിരിക്കട്ടെ, നമ്മൾ പല വീടുകളിൽ കാണിച്ചാൽ ആ പാത്രം കഴുകുന്ന ഇങ്ങനെ എച്ചിൽ പാത്രം ഇങ്ങനെ കുന്നുപോലെ കൂട്ടിയിട്ടിട്ടുണ്ടാവും. അവിടെ രോഗാണുക്കൾ ഉണ്ടാകും എന്ന് ഉറപ്പാണല്ലോ. അവിടെയാണ് ഈ പല കൊതുക് എന്ന് മാത്രമല്ല നിരവധി വൈറസും ബാക്ടീരിയ ഒക്കെ പെറ്റ് പെരുകുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാവും. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് വന്ന് കണി കാണുന്നത് ഇതാണ്. ഇതിന് മുകളിലാണ് ആദ്യത്തെ തന്നെ യുദ്ധം. എന്തൊരു ദുരിതമാണെന്ന് നോക്കൂ. എന്നാൽ ഈ പാത്രങ്ങളെല്ലാം കഴുകി തയ്യാറാക്കി നമ്മൾ അലമാരയിലേക്ക് വെച്ചു, അവിടെ ഷോക്കേസിൽ വെച്ചു. അടുക്കള മുഴുവൻ അടിച്ച് തൂത്തുവാരി തുടച്ച് വൃത്തിയാക്കി. പുൽത്തൈലെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം കൊണ്ട് തുടച്ച് വൃത്തിയാക്കി. നല്ല ഒരു പ്രാണിയോ ഒരു കൊതുകോ ഒരു സാധനവും അവിടെ നിൽക്കില്ല, എല്ലാം പോയി. അതേപോലെ തന്നെ മറ്റ് ഇപ്പം നമ്മളെ ഹാള്, പൂജാമുറി, ഇങ്ങനെയുള്ള എല്ലാ സാധനവും നമ്മൾ തുടച്ച് വൃത്തിയാക്കി. നിലവിളക്കെല്ലാം ഒന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കി രാത്രി തന്നെ എല്ലായി. ഇനിയോ നമ്മൾ കിടക്കാൻ നേരത്തൊന്ന് കുളിച്ചു പോയി കിടന്നു. ആ ലക്ഷ്മി ദേവി അധിവസിക്കുന്ന ആ കേന്ദ്രത്തിൽ എന്തു സുഖമായിട്ട് കിടന്നുറങ്ങാം. രാവിലെ എഴുന്നേറ്റു. പലരും ചെയ്യുന്നതെന്താണെന്നറിയോ? ചൂലെടുക്കുക ചെയ്യുന്നത്. അല്ലെങ്കിൽ പല്ല് തേപ്പ് കഴിഞ്ഞു, ഒന്ന് മുഖം കഴുകി ചൂലെടുത്തു. ആദ്യം എടുക്കുന്ന ജ്യേഷ്ഠ ഭഗവതിയുടെ സാന്നിധ്യമുള്ള ചൂല രാവിലെ തൊടുന്നത്. പിന്നെ ഈ വേസ്റ്റ് പാത്രം കഴുകാൻ വേണ്ടി ഒരു ജീവിതം, അത് ഒരു ദിവസത്തിൻ്റെ ആരംഭം തന്നെ ജ്യേഷ്ഠ ഭഗവതിയും ചൂലുമായിട്ട് അല്ലെങ്കിൽ വേസ്റ്റുമായിട്ട് കച്ചറയുമായി ബന്ധപ്പെട്ടിട്ട് അന്നത്തെ ദിവസം മുഴുവൻ തന്നെ ദുരിതമായിരിക്കും. എന്നാൽ രാവിലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് ചെയ്തെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ എന്താണ്, ആ ഹാളിലായാലും മറ്റുള്ള റൂമുകളെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ബെഡ്റൂം അടക്കം തുടച്ച് വൃത്തിയാക്കുന്ന ആൾക്കാരുണ്ട്, എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. അടുക്കളയിലേക്ക് കയറുമ്പോഴോ അവിടെയും നല്ലൊരു അന്തരീക്ഷമുണ്ട്. ഒരൊറ്റ എച്ചിൽ പാത്രമില്ല. നേരെ പോയി കുളിക്കുന്നു. കുളി കഴിഞ്ഞ് നേരെ പൂജാമുറിയിലേക്ക് വരുന്നു. നേരെ നിലവിളക്ക് കൊളുത്തുന്നു. കാരണം എല്ലാം കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കൊളുത്തുന്നു, പ്രാർത്ഥിക്കുന്നു, അതിന് ദീപമെടുക്കുന്നു, നേരെ അടുപ്പിൽ തീ കൊളുത്തുന്നു. അവിടെ മഹാലക്ഷ്മി ഉണ്ടാവും. ഇപ്പോൾ എവിടെയാണ് മഹാലക്ഷ്മി ഉണ്ടാവും നമ്മൾ ചിന്തിച്ച് നോക്കൂ. തൂത്തുവാരാത്ത വൃത്തിയാക്കാത്ത വീട്ടിലാണോ നമ്മൾ വേണ്ടത്, അല്ലെങ്കിൽ വൃത്തിയാക്കിയിട്ടുള്ള വീട്ടിലാണോ? യുക്തിക്ക് നിരക്കുന്നതേ നമ്മൾ സ്വീകരിക്കാവൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ മാത്രം നിങ്ങൾ എടുക്കേണ്ടില്ല, തള്ളിക്കളയണം. നിരവധി ആൾക്കാർ പല വേദികളിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിരവധി ആൾക്കാർ എൻ്റെ അടുത്ത് സംശയം ചോദിച്ചിട്ടുണ്ട്, അല്ല ഇങ്ങനെ രാത്രി കാലങ്ങളിൽ തൂത്തുവാരാൻ പാടില്ല എന്ന് പറയുന്നുണ്ടല്ലോ എന്ന്.
രാത്രി കാലങ്ങളിൽ വേസ്റ്റ് നമ്മുടെ വീടിനകത്തുള്ള കച്ചറകൾ പുറത്ത് കളയുന്നത് മഹാലക്ഷ്മിയെ പുറത്ത് കളയുന്നതായിട്ടാണ് പറയുന്നത്. ഈ വേസ്റ്റും കച്ചറയാണോ മഹാലക്ഷ്മി? അത് ജ്യേഷ്ഠയാ, അതിനാണ് നമ്മൾ വെളിയിലേക്ക് കളയുന്നത്. പണ്ട് കാലങ്ങളിൽ വീടിൻ്റെ അകത്തളങ്ങളിൽ അടിച്ചു വാരാൻ പാടില്ല എന്ന് പറയുന്നതിന് അവരോട് കാരണം പറഞ്ഞു വെച്ചാൽ എന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കൾ വീണ് പോയി കഴിഞ്ഞാൽ മണ്ണെണ്ണ വട്ടത്തിൽ നമ്മളത് കാണൂല, അത് അടിച്ച് തൂത്ത് പുറത്ത് കളയും, അതുകൊണ്ടാണ് പാടില്ല എന്ന് പറയുന്നത്. ഒന്നുമല്ല, ഏതോ തരത്തിൽ അങ്ങനെ വന്നു. പണ്ട് കാലങ്ങളിൽ ചില വീടുകളിൽ അങ്ങനെ ഉണ്ടാവാം. കാരണം ചിലപ്പം സൂചി വീണും അല്ലെങ്കിൽ മറ്റേതൊരു സാധനം വീണും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ തൂത്ത് വരുമ്പോൾ എവിടെയെങ്കിലും ആയിരിക്കും ഉണ്ടാവാം നമ്മുടെ കാലിൽ കൊള്ളാം. അപ്പോൾ പണ്ട് കാലങ്ങളിൽ പറയുന്നത് വെച്ചാൽ രാത്രി സൂചി നൂല് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാം. അപ്പോൾ നഖം മുറിക്കാൻ പാടില്ല എന്ന് പറയും രാത്രി കാലങ്ങളിൽ. കാരണം ഇത് നിലത്ത് വീണ് കഴിഞ്ഞാൽ നമുക്ക് കാണില്ല പണ്ടത്തെ വെളിച്ചത്തിൽ. അപ്പോൾ എന്ത് ചെയ്യും, അത് ചിലപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ പോലും എത്തിച്ചേരാൻ ഇടവരും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് പണ്ട് കാലങ്ങളിൽ ഇങ്ങനെയുള്ളൊരു ആചാരവും തന്നെ വന്നിട്ടുണ്ടാവുക. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾക്ക് സന്തോഷവും സമാധാനവും ശാന്തിയോടു കൂടി ഒരു ദിവസം ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം രാത്രി തന്നെ നമ്മളിങ്ങനെ തയ്യാറാവും. നിങ്ങളുടെ ജീവിതം പോലും മാറ്റിമറിക്കപ്പെടും. ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എത്ര പേര് ഈ പറയുന്ന വിധത്തിൽ തലേന്ന് തന്നെ എല്ലാം വൃത്തിയാക്കി ശുദ്ധിയാക്കി കുളിച്ച് കിടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ഇടണം. നമുക്ക് എത്ര ആൾക്കാരുണ്ടെന്ന് അറിയാലോ, അതിന് വേണ്ടിയിട്ടാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. എന്നോടത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് സംസാരിക്കാനോ പറയാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ആധ്യാത്മിക പ്രഭാഷണം എന്നുള്ളതിൻ്റെ. അപ്പോൾ അതിൻ്റെ ലിങ്ക്, ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ തൊട്ട് കൊടുത്താൽ നിങ്ങൾക്ക് നേരെ ഗ്രൂപ്പിലേക്ക് വരാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. ഏതായാലും മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.